ഗൈസ്, അപ്പൊ നമ്മളിന്ന് കക്കാടംപൊയിൽ പോവാണ്. ഞാൻ ആദ്യമായിട്ടാ ഒരു സോളോ പോണേ. പിന്നെ കുറെ നാളായി പോയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാറില്ല. പിന്നെ ഫണ്ട് ടൈറ്റ് ഒക്കെ വരും. ഫണ്ട് ഉണ്ടാവുമ്പോ വർക്ക് ഉണ്ടാവും, വർക്ക് കഴിയുമ്പോ ഫണ്ടും ഉണ്ടാവില്ല. അങ്ങനെ കുറെ നാളായി പോണം പോണം എന്ന് വെച്ച് നിൽക്കുന്നു. അങ്ങനെയാണ് നമ്മള് ഇന്ന് ഗോപ്രോ എടുത്ത കാരണം നമ്മള് പിന്നെ ഇനി ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണ്. പിന്നെ വർക്കിന്റെ ഇടയിൽ ഒരു സമയം കണ്ടെത്തണമല്ലോ. എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്ത് നടക്കാൻ പറ്റില്ലല്ലോ. ഇടയ്ക്കൊക്കെ ട്രിപ്പ് പോകണ്ട. നമ്മള് അങ്ങനെ മുന്നേ ഞാന് ഒരു ഏകദേശം ഒരു 5-6 മാസം അതിന്റെ ആവും എങ്ങടേലും പോയിട്ട് തന്നെ. ഒറ്റയ്ക്ക് പോകാറില്ലേ. പിന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. മഴ ചെയ്തിട്ട് തൂളി അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈലിലെ കവർ എടുക്കാൻ ഞാൻ മറന്നു. മറ്റേ സൊമാറ്റോ ഒക്കെ ഓടുന്ന ഒരു കയറ്റി കൂടെ ഒരെണ്ണം ഇടണ കണ്ടിട്ടില്ലേ മറ്റേ. അപ്പൊ അത് വെച്ചിട്ട് നമ്മള് മൊബൈലിന്റെ ഉള്ളിൽ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ലേ, വെള്ളം കയറില്ല. കവർ എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ കവർ ഇട്ടുണ്ട്. കാരണം പിന്നെ സീനില്ല. സമയം ഇപ്പൊ 6 മണിയായി. നമ്മളാകെ 20 കിലോമീറ്റർ വന്നിട്ടുള്ളൂ. നമ്മള് മെല്ലെ പോണത്. മഴ പെയ്ത് കഴിഞ്ഞാ ഹെൽമെറ്റിന്റെ വൈസറ് ഇതിനിങ്ങ അതിന്റെ മറ്റേ ഫോഗിന്റെ ഷീറ്റ് ഞാൻ ഊരി കളഞ്ഞിട്ടുണ്ടെന്നേ. അത് കാരണം മഴ പെയ്ത ഫോഗ് കയറും. അടച്ചിട്ട് ഓടിക്കുമ്പോ ആകെ ഒന്നും കാണില്ലേ. അപ്പൊ ചെറുതായിട്ട് തുറന്നു വെച്ചാൽ മതി, പിന്നെ സീനില്ല. ഞാൻ ഹിമാലയ എടുത്തിട്ട് ആകെ ശരിക്കും ഒരു വർഷം മാത്രമേ ശരിക്ക് പോയിട്ടുള്ള ട്രിപ്പ്. പിന്നെ കാര്യമായിട്ടൊന്നും പോയിട്ടില്ലേ. ട്രിപ്പൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മള് വണ്ടി ബോക്സും എല്ലാം കയറ്റി. നമ്മള് മെയിനായിട്ട് വർക്കിനും കൂടിയിട്ടാണ് കയറ്റി, രണ്ട് പർപ്പസിനും കൂടി കയറ്റി. പക്ഷെ എവിടെയെങ്കിലും വെച്ച് ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ പറയും ട്രിപ്പൊക്കെ പോകാറുണ്ടാ. അപ്പൊ മുമ്പക്ക് ആകെ കുറച്ച് നാളെ ട്രിപ്പ് പോയിട്ടില്ല. പിന്നെ ട്രിപ്പ് ഒന്ന് മെയിനായിട്ട് വർക്കിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഓടണ വണ്ടി കൂടുതലും. ട്രിപ്പ് പോക്ക് കുറവാണേ. പിന്നെ ചിലവ് ചോദിക്കും മെഡിസിന്റെ തൊട്ടാണോ, എന്തിന്റെ തൊട്ടാ ഓടണേ, മരുന്നിന്റെ തൊട്ടാണോ, വല്ല ഡെലിവറി ആണോ എന്നൊക്കെ. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ചിലവർക്ക് ഈ ബോക്സ് കാണുമ്പോ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ലേ. ചിലർക്ക് അറിയാത്തവരുണ്ടാവല്ലോ. അങ്ങനെ ബോക്സ് രണ്ട് സൈഡിലത്തെ ഒരു ഏകദേശം ഒരു പരിവായി. ഇതിനിങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്റെ റബ്ബർ ബീഡിങ് ഉണ്ട്, നമ്മളെ ബോക്സ് അടയ്ക്കുമ്പോഴുള്ള റബ്ബർ ബീഡിങ് ഉണ്ടല്ലോ. അതില് ഇടയിൽ ഓരോ സാധനങ്ങളൊക്കെ വെച്ച് അടച്ച് റബ്ബർ ബീഡിങ്ങിന്റെ ഇതൊക്കെ പോയി ലീക്കായി തുടങ്ങി. വെള്ളം കയറണം ഇപ്പൊ. അത് കാരണം ഇപ്പൊ ഞാൻ ബോക്സിൽ ഹോൾ ഇട്ടു, 2 ഹോൾ വെച്ചിട്ട് 2 ബോക്സിന് ഇട്ട് വെച്ചേക്ക. ഫുള്ള് പിന്നെ സ്ക്രാച്ചും കാര്യങ്ങളായി, സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് ഒരു പരിവായി അത്. സെന്ററത്തെ ബോക്സും ഏകദേശം തീരുമാനാവാറായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സെന്റർ ബുഷ് ഉണ്ടല്ലോ നാലിന്, അതിലാണ് സംഭവം ഇരിക്കുന്നത്. അത് ചെറിയ ലൂസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ അടിച്ചടിച്ച് അടിയിൽ ചെറിയൊരു ക്രാക്ക് വന്നിട്ട് ഇപ്പൊ അതില് വരെ വെള്ളം കയറുന്നത് അടി കൂടെ. ബോക്സില് മെയിനായിട്ട് കൂടുതൽ സാധനങ്ങൾ വെക്കണ കാരണം വെയിറ്റ് കൂടിയിട്ടാണ്. വെയിറ്റ് കൂടിയിട്ട് സെന്ററിലത്തെ ബോക്സ് ക്രാക്ക് ആയിക്കിട്ടാണ്.
ഞാൻ ഇന്ന് അതിരപ്പള്ളി വാൽപ്പാറ ആ വഴിക്ക് പോവാന്ന് വിചാരിച്ചതാ. അപ്പൊ പിന്നെ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ പോയിട്ടില്ലടാ, അപ്പൊ അവനും കൊണ്ടുപോവാന്ന് വിചാരിച്ചു. അത് കാരണം പിന്നെ ഇന്ന് നമ്മള് ഈ വഴിക്കാക്കി. നമ്മള് ഇന്നലെ പ്ലാൻ ഇട്ടതാ ഇന്ന് പോവാന്ന്. ഇന്നലെ ഒരു വർക്ക് ഉണ്ടായിരുന്നേ, അപ്പൊ വർക്ക് കഴിഞ്ഞ് സെറ്റ് ചെയ്ത് ഇന്ന് നമ്മള് ഫ്രീ ആയി. ഇപ്പൊ സീസൺ അല്ല, നമുക്ക് ലൈറ്റിന്റെ വർക്ക് ആയിരുന്ന സീസൺ അല്ല ഇപ്പൊ. ഇപ്പൊ കുറവാ വർക്ക്, അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ആഗസ്റ്റ് ഒക്കെ തൊട്ട് അത്യാവശ്യം വർക്ക് ഉണ്ടാവും. ഞാൻ ഈ ഭാഗത്ത് ഈ വഴിക്കൊക്കെ വരവ് കുറവാ. പെട്ട ഓഫ് റോഡിട്ടാ. ഗയ്സ് നോക്കൂ, നല്ല വ്യൂ ഉണ്ടല്ലേ. ഈ ഭാഗത്ത് ആരും ഇല്ലാട്ടാ, നമ്മള് മാത്രള്ളൂ. ആന വരുന്ന സ്ഥലേക്കാന്ന് തോന്നുന്നുണ്ട്, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി മേലേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല, ഈ വഴി ഞങ്ങള് പോണെന്ന് അറിയില്ല. പോയി നോക്കാം നമുക്ക്. നമ്മളിപ്പോ ഈ മലയുടെ ഉള്ളിൽ കൂടെ പോണട്ടാ.
ഒരാളില്ല ഇവിടെ. നേരത്തെ ഒരു വണ്ടി പോണ കണ്ടു. പേടിയാവാ ഈ വഴിക്കോടെ പോവാൻ. കാട്ടിക്കൂടെ പോണട്ടെ നമ്മള്. എങ്ങടാ പോണേ? ഗൈസ് നമ്മളിപ്പോ ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ പോണട്ടാ. എങ്ങടൊക്കെയാ വേണോ ഈ വഴി പോണേ? ഒരാളില്ല ഇവിടെ. നമ്മള് ഒറ്റയ്ക്ക്.